ഇരുന്നതിന് ശേഷം കാലം നീട്ടിയ പോരെ PC ജോർജെ? അല്ലാതെ BJP-ക്കാരെ ഇപ്പൊ എടുത്തങ്ങ് പൊക്കി തലേ ചുമന്നുകൊണ്ട് നടക്കും, കേരളത്തിൽ താമര വിരിയിക്കും, സുരേന്ദ്രനെ വിമാനത്തിൽ കൊണ്ടുപോകും, ലോക്സഭയിൽ 20-20 സീറ്റും വാങ്ങിക്കൊടുക്കും, അങ്ങനെ നീളുന്ന കുറെ അധികം വാഗ്ദാനങ്ങൾ എടുത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇന്നലെയാണ് ആശാൻ അങ്ങ് BJP-യിൽ ചേർന്ന ഉടൻ തന്നെ നേരത്തെ കാണാപ്പാടം പഠിച്ചു വെച്ചിരുന്ന കുറെ അധികം പ്രഖ്യാപനങ്ങളും അങ്ങ് നടത്തി. നമുക്കത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് BJP-ക്ക് 5-ൽ കുറയാതെ MP-മാരുണ്ടാകുമെന്നും താൻ ഉൾപ്പെടെയുള്ള BJP പ്രവർത്തകർ ഇനി ജയിക്കാൻ വേണ്ടി മത്സരിക്കുമെന്നും PC ജോർജ് വെച്ചങ്ങ് കാച്ചി. എന്ത് നടക്കാത്ത സ്വപ്നമാണ് ഇവർ മനക്കോട്ട കെട്ടുന്നത്. കേരളത്തിൽ BJP താമര വിരിയിക്കാൻ PC ജോർജിന് കുറച്ചധികം വിയർക്കും. പിന്നെ അവസാനം മോഹഭംഗ മനസ്സിലെ നിരാശാഗാനം പാടേണ്ട ഗതി ഉണ്ടാകുമോ? അങ്ങനെ ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു കരുതിയിരിക്കുന്നു. പണ്ട് സുരേന്ദ്രനും BJP നേതാക്കൾക്കും ഇട്ട് പറഞ്ഞതൊക്കെ ഇപ്പൊ ട്രോളായി വരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം PC ജോർജ് അറിയുന്നുണ്ടോ എന്തോ. പിന്നെ സ്വന്തമായി ഉണ്ടാക്കിയ പാർട്ടി കൂടെ BJP-യുടെ ഉള്ളം കയ്യിൽ അങ്ങ് വെച്ചു കൊടുത്തു. എന്തായാലും ഇതോടെ PC ജോർജിന്റെ പോക്കറ്റ് കാലിയായി എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും കേരളത്തിൽ ഒരു വലിയ ലയന സമ്മേളനം നടത്തുമെന്നാണ് PC ജോർജ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതേപോലെ ആശാന് വല്ലാത്ത ഓവർ കോൺഫിഡൻസ് ഉണ്ടോ എന്ന് ചെറിയൊരു സംശയം ഇല്ലാതെ ഇല്ല. പിന്നെ പറഞ്ഞ കാര്യം ഇതാണ്: തന്നെ പോലെയുള്ള പൊതുപ്രവർത്തകൻ കേരള ജനതയെ സഹായിക്കാൻ സാധിക്കുന്നത് ഏക കാര്യം BJP-യിൽ ചേരുക എന്നതാണ്. പക്ഷെ താങ്കൾ കേരള ജനതയെ ദ്രോഹിക്കുകയാണ് ഇതുവഴി ചെയ്യുന്നത്. താങ്കൾ BJP-യിൽ ചേരുന്നത് വഴി കേരളത്തിലെ സാധാരണക്കാരന് ഒരു മെച്ചവും ഉണ്ടാകാൻ പോകുന്നില്ല. BJP-യുടെ ധാർഷ്ട്യത്തിന് ഇരയാകുക മാത്രമാകും ഫലം. പിന്നെ പ്രഖ്യാപനത്തിന് പുറമെ ഒരു വെല്ലുവിളി കൂടി PC അങ്ങ് നടത്തിയിട്ടുണ്ട്. BJP-ക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന LDF-നെയും UDF-നെയും പരാജയപ്പെടുത്തി BJP MP-മാർ പാർലമെന്റിൽ ഉണ്ടാകുമെന്ന്. കേൾവിക്കാരെ ആദ്യം തന്നെ ചിരിപ്പിച്ച് കൊല്ലുമല്ലോ ഈ മനുഷ്യൻ. 2026-ലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നും കോൺഗ്രസിനുമെതിരെ BJP-യുടെ നേതൃത്വത്തിലുള്ള ശക്തമായ പ്രവർത്തനമുണ്ടാകും. താമസിയാതെ കേരളവും BJP നേതൃത്വത്തെ അംഗീകരിക്കുമെന്ന സംസ്ഥാനമായി മാറും. ഒരു വിട്ടുവീഴ്ചയും ഇതിനുണ്ടാകില്ല. കേരളവും BJP-യുടെ ഒപ്പം എന്ന് ഉറച്ചു പറയാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുമെന്നും PC ജോർജ് പറയുന്നു. BJP നേതൃത്വം പറഞ്ഞാൽ മത്സരിക്കുമെന്നാണ് PC ജോർജിന്റെ പ്രതികരണം. BJP ഓഫീസിലെ പ്യൂൺ ജോലി ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ താൻ അതും ചെയ്യുമെന്നാണ് PC ജോർജ് പ്രതികരിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ PC പറഞ്ഞു വരുന്നത് BJP-യുടെ അടിമപ്പണി എടുക്കാനും തയ്യാറാണെന്ന്. അതുപോലെ വേണ്ടി വന്നാൽ മോദിയുടെ വീട്ടിലെ പാത്രം കഴുകാനും അടുക്കളയിലെ പണിയെടുക്കാനും എല്ലാം പറ്റുമെന്നല്ലേ ആ പറഞ്ഞതിന്റെ ഒക്കെ അർത്ഥം? അല്ല, അങ്ങനെ ഇവിടുത്തെ പൊതുജനങ്ങൾ ചോദിച്ചാൽ അവരെ കുറ്റം പറയാനൊക്കില്ലല്ലോ. പിന്നെ കേരളത്തിൽ BJP ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മണ്ഡലം 5 എണ്ണമാണ്. തൃശ്ശൂർ, പാലക്കാട്, പത്തനംതിട്ട, ആറ്റിങ്ങൽ, തിരുവനന്തപുരം. പത്തനംതിട്ടയിൽ PC ജോർജ് മത്സരിക്കുകയോ അദ്ദേഹം നിർദ്ദേശിക്കുന്ന വ്യക്തിയെ മത്സരിപ്പിക്കുകയോ ചെയ്യുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നേരത്തെ NDAയുടെ ഭാഗമാകാൻ PC ജോർജ് ആലോചിച്ചിരുന്നതാണ്. ഇതോടെ BJP നേതൃത്വം മുഖം തിരിക്കുകയും പാർട്ടിയിൽ ചേരാൻ നിർദ്ദേശിക്കുകയായിരുന്നു അത്രേ. ക്രൈസ്തവ സഭാ നേതാക്കളുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് BJP-യിൽ ചേർന്നതെന്നാണ് PC ജോർജ് പറയുന്നത്. എന്തായാലും മകൻ ഷോൺ ജോർജും ഒപ്പം BJP-യിൽ ചേർന്നിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.